ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ കേരളോൽപ്പത്തി. പ്രിയരെ, 21 പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ പരശുരാമൻ കൊന്നൊടുക്കി. ഒടുവിൽ യുദ്ധവും രക്തവും കണ്ണീരും ആർത്തനാദവും കണ്ടും കേട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് കലുഷമായി തീർന്നു. താൻ കൊന്നൊടുക്കിയ നിരപരാധികളെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടാൻ തുടങ്ങി. പശ്ചാത്താപ വിവശനായി തീർന്ന രാമൻ അന്നുവരെ താൻ നേടിയെടുത്ത സർവ്വസമ്പാദ്യവും ബ്രാഹ്മണർക്ക് ദാനമായി നൽകി മോക്ഷം നേടാൻ ആഗ്രഹിച്ചു. അതിനായി അദ്ദേഹം സർവ ബ്രാഹ്മണരെയും സെമന്തപഞ്ചകത്തിൽ ക്ഷണിച്ചു വരുത്തി. സെമന്തപഞ്ചകം പുണ്യഭൂമിയായതിനെക്കുറിച്ച് ഒരു കഥ പുരാണത്തിൽ കാണുന്നുണ്ട്. അതിങ്ങനെയാണ്: 21 വട്ടവും ക്ഷത്രിയനാശം വരുത്തിയ പരശുരാമൻ ആ രക്തമെല്ലാം സെമന്തപഞ്ചകത്തിലെ 5 കയങ്ങളിലാക്കി. ആ രക്തകയങ്ങളിൽ നിന്നും കൊണ്ട് രാമൻ തന്റെ പിതൃക്കൾക്ക് പൂജ നടത്തി അവരെ സംപ്രീതരാക്കി. പരശുരാമന്റെ പിതൃക്രിയകളിൽ സന്തുഷ്ടരായ ഋജീകൻ തുടങ്ങിയ പൂർവികർ പ്രത്യക്ഷരായി എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. രാമൻ അപേക്ഷിച്ചു: പിതൃക്കളെ, ഞാൻ എന്റെ മഹത്തായ പ്രതിജ്ഞ പാലിച്ചിരിക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ദാരുണവധത്തിന് കാരണഭൂതരായവരെ ഞാൻ വകവരുത്തിയിരിക്കുന്നു. പക്ഷേ ഞാനിന്ന് പാപിയാണെന്ന് എന്റെ മനം പറയുന്നു. പ്രതിജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ ചെയ്ത പ്രവൃത്തികൾ എന്റെ ജീവനെ തന്നെയാണ് എന്റെ പരശുവിന് ഇരയാക്കി തീർത്തത്. സംപൂജ്യരെ, എന്റെ പാപം പരിഹരിക്കപ്പെടുകയും എനിക്ക് മോക്ഷപ്രാപ്തനാവുകയും വേണം. ക്ഷത്രിയ രക്തത്താൽ പൂരിതമായ ഈ 5 കയങ്ങളും പുണ്യതീർത്ഥമായി മാറണം. ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പിതൃക്കൾ അനുഗ്രഹിച്ചു. അന്നു മുതൽ ക്ഷത്രിയ രക്തം നിറഞ്ഞ 5 കയങ്ങൾ പുണ്യതീർത്ഥ കയങ്ങളായി തീരുകയും അവ സെമന്തപഞ്ചകം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. മഹാഭാരത യുദ്ധത്തിന്റെ അരങ്ങായി മാറിയ കുരുക്ഷേത്രം ഈ സെമന്തപഞ്ചകം തന്നെയാണ്. സെമന്തപഞ്ചകത്തിൽ എത്തിച്ചേർന്ന ബ്രാഹ്മണരുടെ സാന്നിധ്യത്തിൽ പരശുരാമൻ ഒരു മഹായജ്ഞം നടത്തി. കശ്യപ മഹർഷിയായിരുന്നു ഋത്വിക്. യാഗാനന്തരം ഋത്വിക്കിനെ സമീപിച്ച് പരശുരാമൻ അഭ്യർത്ഥിച്ചു: മഹാനുഭാവ, ഞാൻ ഇന്നോളം നേടിയ സർവ്വ സാമ്രാജ്യങ്ങളും ദാനമായി നൽകാൻ അഭിലഷിക്കുന്നു. യാഗത്തിന്റെ ഋത്വിക് എന്ന നിലയിൽ അങ്ങ് ഈ സ്വത്ത് എന്നിൽ നിന്ന് സ്വീകരിച്ചാലും. അങ്ങനെയാകട്ടെ. കശ്യപൻ അനുവാദം നൽകി. സന്തുഷ്ടനായ പരശുരാമൻ താൻ പിടിച്ചടക്കിയ മുഴുവൻ ഭൂമിയും കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തു. അതിനുശേഷം 10 മാർ നീളവും 9 മാർ വീതിയുമുള്ള ഒരു സ്വർണവേദി നിർമ്മിച്ച് കശ്യപനെ അതിലിരുത്തി ബ്രാഹ്മണ പൂജ നടത്തി. പൂജയ്ക്ക് ശേഷം മഹർഷി ആ സ്വർണവേദി അവിടെ സന്നിഹിതരായിരുന്ന ബ്രാഹ്മണർക്ക് വീതിച്ചു കൊടുത്തു. ദാനാനന്തരം സംതൃപ്തിയോടെ നിന്ന പരശുരാമനെ വിളിച്ച് കശ്യപൻ കൽപ്പിച്ചു: അല്ലയോ പരശുരാമ, അങ്ങ് ഭൂമി മുഴുവൻ എനിക്ക് ദാനം ചെയ്തു കഴിഞ്ഞു. ഈ ഭൂമിക്ക് മേൽ ഇനി നിനക്ക് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ആ നിലക്ക് ദാനം ചെയ്ത ഭൂമിയിൽ നീ നിൽക്കുന്നത് ധർമ്മവിരുദ്ധമാണ്. ഉടൻ തന്നെ ഈ ദേശത്ത് നിന്ന് അകന്നു മാറുക. മഹർഷി, അങ്ങ് തെക്കേ സമുദ്രം ലക്ഷ്യമാക്കി യാത്രയാവുക. പരശുരാമൻ കശ്യപ മഹർഷിയുടെ ആജ്ഞ പാലിക്കാൻ നിർബന്ധിതനായിത്തീർന്നു. അദ്ദേഹം സമുദ്രം ലക്ഷ്യമാക്കി തെക്കോട്ട് നീങ്ങി. ഒടുവിൽ തെക്കേ സമുദ്ര തീരത്തെത്തിയ പരശുരാമൻ സമുദ്രദേവനായ വരുണനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: അല്ലയോ സമുദ്രദേവ, അവിടുന്ന് എന്റെ നമസ്കാരം. ജമദഗ്നി മഹർഷി പുത്രനായ പരശുരാമൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, എനിക്കായി ഭൂമി ദാനം ചെയ്താലും. രാമന്റെ അഭ്യർത്ഥന കേട്ട വരുണ ഭഗവാൻ കൽപ്പിച്ചു: രാമ, നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുന്നു. നിനക്ക് എത്ര ഭൂമിയാണ് ആവശ്യം? അങ്ങ് ഒന്ന് ചെയ്യുക. താങ്കളുടെ ദിവ്യായുധമായ പരശു എന്നിലേക്ക് വലിച്ചെറിയുക. ആ മഴു ചെന്ന് വീഴുന്നിടത്തോളം ഭാഗം ഞാൻ പിൻവാങ്ങിക്കൊള്ളാം. അതനുസരിച്ച് പരശുരാമൻ തന്റെ ഗുരുവായ
പരമശിവനെ മനസ്സിൽ ധ്യാനിച്ച ശേഷം തന്റെ പ്രിയ ആയുധമായ പരശു സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആ മഴ ചെന്ന് പതിച്ചെടുത്തോളം സമുദ്രം പിൻവാങ്ങുകയും കര പ്രത്യക്ഷമാവുകയും ചെയ്തു. ഇങ്ങനെ സമുദ്രം പിൻവാങ്ങി കരയായിത്തീർന്ന പ്രദേശമാണത്രേ കേരളം. കേരള ഭൂമി കിട്ടിയിട്ടും പരശുരാമന്റെ മനസ്സിന് ശാന്തി ലഭിച്ചില്ല. ശാന്തസുന്ദരവും പ്രകൃതി മനോഹരവുമായ പ്രദേശം തന്റെ സ്വൈര്യ തപസ്സിന് വിഘാതമാകുമെന്ന് രാമൻ ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹം കേരളദേശം മുഴുവൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ശേഷം മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അവിടെ ചെന്ന് പരശുരാമൻ തപസ്സിൽ മുഴുകി. സ്നേഹപൂർവം രഞ്ജൻ, കയനാട്.